വ്യാജരേഖ കേസിൽ നിന്നും ഊരാനുള്ള വിമത സമ്മർദ്ദ തന്ത്രമാണ് ഏകീകൃത കുർബാന തർക്കം. ശരിക്കും പറഞ്ഞാൽ പിടിവിട്ടുപോയ വ്യാജരേഖ കേസ് ഒതുക്കി തീർത്ത് വലിയ പിതാവിനെ കൊണ്ട് കേസ് പിൻവലിച്ച് മുമ്പിലും പുറകിലുമൊക്കെ കളിച്ച മെത്രാന്മാർ ഉൾപ്പെടെയുള്ള വൈദികരെ രക്ഷപ്പെടുത്തുന്നതിന് വരെ ഏകീകൃത കുർബാന വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഇവർ ഇങ്ങനെ ഏണിയും പാമ്പും കളിക്കും. സിറിഡിലെ എത്ര പിതാക്കന്മാർക്കറിയാം വ്യാജരേഖ കേസിന്റെ പിന്നാമ്പുറവും അവിടുത്തെ ചീഞ്ഞു നാറിയ പോറാട്ടു നാടകങ്ങളും. എത്ര പിതാക്കന്മാർ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അറിഞ്ഞവർ എങ്ങനെ പ്രതികരിച്ചു? കുത്തഴിഞ്ഞ അതിരൂപതയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ആലഞ്ചേരി പിതാവ് സഭാ സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞത് മുതലാണ് പിതാവ് വെറുക്കപ്പെട്ടവനായത്. ഓഡിറ്റിംഗ് നടന്നാൽ പല ആളുകളുടെയും കൂട്ടുകച്ചവടത്തിന്റെ ബിനാമി ഇടപാടുകളുടെയും ഒക്കെ സത്യാവസ്ഥ പുറത്താകുമെന്നറിഞ്ഞ എറണാകുളം സഹായമെത്രാൻ ആസൂത്രണം ചെയ്ത് ഭരണി അഭിനന്ദിച്ച് പുത്തൻ വീട്ടിൽ ആശീർവദിച്ച് പുറത്തിറക്കിയതാണ് തേലക്കാടനും കല്ലൂർക്കാരനും മറ്റും പലരുമൊക്കെ ചേർന്ന് നിർമ്മിച്ച വ്യാജരേഖകൾ. മനത്തോടത്ത് വഴി സിനഡിലെത്തിച്ച് വലിയ പിതാവിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി വത്തിക്കാനിൽ നിന്നും രാജി വാങ്ങിക്കാമെന്ന വ്യാമോഹമായിരുന്നു ഈ കൊള്ള സംഘത്തിന്. പക്ഷേ അന്നത്തെ സിനഡിൽ ഒരു ട്വിസ്റ്റ് നടന്നു. വ്യാജരേഖ കേസ് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ സിനഡ് തീരുമാനിച്ചു. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയപ്പോൾ മെത്രാന്മാരടക്കം കുടുങ്ങുമെന്നറിഞ്ഞ ആദ്യ പൂണ്ട ഇടയന്ത്രത്തും ഭരണിയും കളത്തിലിറങ്ങാതെ പുറകിൽ നിന്നും ചരട് വലിച്ച് വിവാദമാക്കിയതാണ് ഏകീകൃത കുർബാന വിഷയം. അല്ലാതെ വിമതർ കൊട്ടി ആഘോഷിക്കുന്നത് പോലെ ഭൂമി വിവാദം മറയ്ക്കാൻ കൊണ്ടുവന്നതല്ല കുർബാന വിഷയം. കാവിൽപുരയിടം മൗണ്ടിൽ ചാർജ് എടുത്ത നാൾ മുതൽ വ്യാജരേഖ കേസ് ഒതുക്കുവാനുള്ള കളിയാണ് നടക്കുന്നത്. കൂടുതൽ വിശദമായി അന്വേഷിച്ചാൽ മെത്രാന്മാരിലേക്കും കൂടുതൽ വൈദികരിലേക്കും എത്തുന്നത് തടയുവാൻ മൗണ്ടിലെ ഗൂഢസംഘം പ്രവർത്തിച്ചു. വ്യാജരേഖ നിർമ്മാണത്തിൽ നേരിട്ട് ബന്ധമുള്ളവരിൽ മാത്രം മുതുക്കി വമ്പൻ സ്രാവുകൾ തിരശ്ശീലയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന് ചരട് വലിച്ചു. പാവം ആലഞ്ചേരി പിതാവിന്റെ നിഷ്കളങ്കതയെ മുതലാക്കിക്കൊണ്ട് ഇടയന്ത്രം നടത്തിയ പൈശാചിക പ്രവൃത്തിയാണ് ഭൂമി വിവാദവും വ്യാജരേഖ കേസും. സിനഡ് പിതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെ തെരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിലപാടെടുക്കുക. അവിടെ സൗഹൃദവും അനുകമ്പയും മാറ്റിവെക്കുക. അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരാകുന്നത്. ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. നിങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്ന്. വ്യാജരേഖയുമായി മാനത്തോടത്ത് പിതാവ് സിനഡിൽ എത്തിയപ്പോൾ സിനഡ് പിതാക്കന്മാർ അവസരത്തിനൊത്ത് ഉയർന്ന നിലപാടെടുത്തതുപോലെ ഏറ്റവും നിർണായകമായ ഈ അവസരത്തിലും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അഗ്നിയായി ഇറങ്ങിവന്ന് ഈശോയുടെ തിരുശരീരമായ സഭയെ കളങ്കപ്പെടുത്തുകയും അനേകർക്ക് ഉതപ്പ് നൽകുവാൻ കാരണക്കാരായവർക്കെതിരെ ചാട്ടവാർ എടുക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു.